തൻ നിഴലായി പ്രിയനേ നീയങ്ങു പോയി നേരം പാടുമായല്ലോ. ഇതുവരെ അടുക്കളയില് ചുറ്റും വെളിച്ചൊന്നും കാണായ്യ. അല്ലേ ഈ പെൺകുട്ടി ഇതുവരെ അടുക്കളയിലും കേറി വന്നിട്ടില്ലേ? ഇതാപ്പൊ നല്ലൊരു കൂത്തായിപ്പോയെ. എന്താ അമ്മ നിങ്ങൾ ഒറ്റക്കൊന്ന് സംസാരിക്കണേ? അല്ലടി, ആ കുഞ്ഞാടി പെണ്ണുങ്ങള് ഇതുവരെ അടുക്കളയിൽ കയറി വന്നിട്ടില്ല. ഒരാഴ്ച പിന്നെ വിരുന്നും കല്യാണം കഴിഞ്ഞ പുതുക്കൊക്കെയാണെന്ന് വെക്കാം. ഇപ്പോൾ ഇങ്ങനെ അടുക്കളയിലും കയറാതിരുന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യല്? ആ ഉമ്മ പറഞ്ഞത് ശരിയാണല്ല. ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂലമ്മ. ഷായിനാത്താനെ നമ്മളെ വരച്ച വരെ നിർത്തിയതാണ്. അതേപോലെ ഈ ഇത്താനും വരച്ച വരെ നിർത്തിയില്ലെങ്കിൽ നമ്മളെ തലേ കയറും. ആ ഓൾ ഒരു പരിപ്പുണ്ടല്ല, അതെ ഈ ഇമ്മാന്റെ അടുത്ത് വേവൂല. ഇക്കവിടെ ഒരു പ്രശ്നവും ഇല്ലമ്മ. അതാ വാങ്ങി കാരണമില്ലാതെ ഇമ്മയും നാത്തനും കൂടി ഒരു പ്രശ്നത്തിന് വന്നാല് ഞാൻ വെറുതെ വിടൂല്ല. കാരണം ഒന്നും മിണ്ടാതെ നിക്കണേ ഷായിനല്ലത് അബീബാണേ. അബീബ, എടി അബീബ. ഉമ്മ ഒന്നും കൂടി വിളിച്ചു നോക്കി. അറിയാല റൂമിൽ എന്തത്ര വലിയ പണിയെന്നുണ്ട്. അബീബ, 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 അബീബ. ഉമ്മ ഞാൻ വിളിക്കാട്ടോ. എന്തിനാണോ? എന്താ ഉമ്മ? അന്നെ ഞാൻ എത്ര നേരായി വിളിക്കണേ, ഇജ്ജ് അവിടെ പോയി കിടക്കേന്ന്? ഉമ്മ നിങ്ങൾ ഇങ്ങനെ അലറി വിളിക്കാനേ ഞാൻ ഉഗാണ്ടയിലൊന്നല്ല, ഈ വീട്ടിൽ തന്നെയാണ് ഉമ്മ. ഇതെന്താ ഉമ്മാനോട് തട്ടുത്തരം പറയാ? ചേടാ എന്റെ മുട്ടിയെ, ഞാൻ തട്ടുത്തരം പറഞ്ഞതല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്. ആ ഇതിങ്ങനെ കൂടുതൽ കാര്യം പറയണ്ട. അല്ല ഇത് അടുക്കളയിലെ കയറാത്തത് എന്താണ്? ഈ മീറ്ററിന്റെ 4 ആണെന്നുണ്ടെങ്കിലേ ആകെ ചീഞ്ഞു കെടുക്കുകയാണ്. ഉമ്മ ഞാൻ അടുക്കളയിൽ വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഉമ്മ വിളിച്ചത്. അപ്പൊ ഉമ്മാനോട് സംസാരിച്ച് നിന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അല്ലേ എന്താ എന്റെ ഉമ്മാനോട് ഇത്ര തോനെ വിളിച്ച് പറയാനുള്ളത്? ഇവിടുത്തെ കുറ്റും കുറവൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാവൂലേ? അങ്ങനെ എപ്പോഴൊന്നും അവരാരെ പെരേക്കും ഉമ്മാക്കൊന്നും ഇങ്ങനെ വിളിക്കാനൊന്നും പറ്റൂല, മനസ്സിലായ? അതിനെ ഇല്ല കഥകൾ വിളിച്ചു പറയാനേ ഇമ്മല്ല ഞാന്. പിന്നെ എന്റെ വീട്ടിക്ക് ഞാൻ വിളിക്കണോ, എന്റെ ആങ്ങളമാർക്ക് ഞാൻ വിളിക്കണോ, എന്റെ ഉമ്മാക്ക് വിളിക്കണോ എന്നുള്ളത് തീരുമാനിക്കണതേ ഞാനാണ്, അല്ലാതെ ഉമ്മല്ല. ഇമ്മൂട്ടിയെ വേഗം വന്നിട്ടേ ആ മിറ്റടിച്ചു വരാൻ നോക്ക്. ഞാനോ? ഇന്നെ കൊണ്ടൊന്നും വെയ്യെങ്കി വേണ്ട. ആ മിറ്റേ അവിടെ ആ കെടുത്തം കെടുക്കും, ഞാനൊന്നും അടിച്ചു വരൂല. ഉമ്മ ഇന്നെ കൊണ്ടൊന്നും അടിക്കാന്. ഇന്റെ കുട്ടി അടിക്കൊന്നും വേണ്ട. അത് ഓളെ കൊണ്ട് അടിപ്പിക്കാനേ ഇമ്മാക്ക് നല്ലോ അറിയാം. ഓൾക്കേ ഈ ഇമ്മൂനെ ഇപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല. ഓളിപ്പേ ഇമ്മാരുടെ കുട്ടിനോടെ കൽപ്പിച്ച് പോയല്ലോ ആ മിറ്റൊക്കെ ഒന്ന് അടിക്കുക എന്നുള്ളത്. അത് എങ്ങനെ ഞാൻ ഓളെ കൊണ്ട് അടിപ്പിക്കാന്നുള്ളതേ ഞാൻ കാണിച്ചു കൊടുക്കും ഓൾക്ക്. ഓക്കെ അത് ശരിക്കറിയില്ല എന്നെ. ഇത്ത നിങ്ങൾ അറിഞ്ഞ ഇക്കേ സന്തോഷം കൊണ്ടേ നിൽക്കാനും ഇരിക്കാനും വയ്യത്താ. എന്താ കുഞ്ഞോളെ, എനിക്ക് വല്ല ലോട്ടറി അടിച്ചോ? എന്നാ ഇത്താക്ക് അതിന്ന് 1 ലക്ഷം വേണട്ടോ. ഒന്ന് പോയി ഇത്ത അവിടുന്ന്. നിങ്ങളെ കുഞ്ഞോങ്കാക്കല്ലേ എന്റെ ഫ്രണ്ടിന്റെ ഇത്താനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഓ ഇതാണ് അത്ര വലിയ സന്തോഷം. ആ പെൺകുട്ടിന്റെ കഷ്ടകാലം തന്നെ. ആ ബെസ്റ്റ് കഷ്ടകാലേ ആ പെണ്ണിനല്ല ഇത്താ, ഇത്താന്റെ കുരുത്തം കട്ടെ അമ്മായിമാക്കും നാത്തൂനുമാണ്. ഇത്താനെ പോലെ മുണ്ടാൻ പൂച്ചൊന്നല്ല ഇത്ത. കാര്യം പോലെ മുഖത്ത് നോക്കി പറയും. ആ തള്ളക്കും മോൾക്ക് ഇതുപോലത്തെ ഒരു പണി വേറെ കിട്ടാനില്ല.
ഇടി മോളെ, വയസ്സിന് മൂത്ത ആളാണ് കേട്ടോ. ആ, അതിത്ത പറഞ്ഞത് ശരിയാണ്. വയസ്സിന് മൂത്ത ആൾക്കാരെ ബഹുമാനിക്കണം. പക്ഷേ ബഹുമാനിക്കണ്ടവരെ ബഹുമാനിക്കാൻ പാടുള്ളൂ. എൻ്റെ ഒരു കാര്യം. അല്ല അഭിയെ, എന്താപ്പ എന്റെ പുറപ്പാട്? അല്ല, ഇതിന്റെ കുട്ടിനെ കൊണ്ടേ ഇവിടെ പണി എടുപ്പിക്കാൻ തന്നെ തീരുമാനം? ഇവിടെ അനക്കാട്ടി മുന്നേ എത്തിയുണ്ടായിരുന്നു എന്റെ മൂത്ത മരിയോള്. ഓള് വരെ എന്റെ കുട്ടിനെ കൊണ്ടേ ഒരു പണി എടുപ്പിക്കൂല. അല്ല, ഇടിപ്പിച്ചിട്ടും കാര്യമില്ല. അതെ, ചെയ്യിപ്പിച്ചെങ്കിലല്ലേ ഞാന്. ഇമ്മുട്ടിയേ, ഇമ്മുട്ടിയേ, ഒന്നുകൂടെ വാ. എന്താ ഇത്ത? എന്നോട് ഞാനേ ഈ മുറ്റത്തിന് 4 പുറം അടിക്കാൻ പറഞ്ഞിരുന്നോ? എനിക്ക് നാളെ ഒരാരാന്റെ വീട്ടിൽ പോണ്ടല്ലേ? ഉമ്മ, ആരാന്റെ വീട്ടില് പോണ കാര്യം പോട്ടെ നക്കാം. ഈ സ്വന്തം വീട്ടില് എനിക്ക് പണിയെടുക്കാൻ എന്തത്ര മടി? നീ വേഗം പോയിട്ടേ ആ മിറ്റൊക്കെ നടിച്ചു വാര്. അല്ലടി, അനക്കെന്താ പറഞ്ഞാ മനസ്സിലാവൂലേ? എന്നോടൊക്കെ ഞാൻ എന്താ പറഞ്ഞത്? ഇത് നാളെ കളിയാക്കുകയാണ്. ഇന്റെ കുട്ടിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാനേ. ഇന്റെ കുട്ടി എന്താ അന്റെ വേലക്കാരി വല്ലതും ആണോ? അപ്പൊ ഞാനെന്താ ഈ വീട്ടില് വേലക്കാരിയാണോ? ഇവളെന്താ പാലുകുടി മാറാത്തേ കിള്ള കുട്ടിയാണോ വീട്ടില് പണിയൊന്നും എടുപ്പിക്കാതിരിക്കാന്? ഉമ്മാനോട് ഞാൻ ഈ വീട്ടില് പണിയൊന്നും എടുക്കാൻ പറഞ്ഞല്ല. നല്ലോണം ആരോഗ്യമല്ലേ, ഇവളോടല്ലേ ഞാൻ പറയണുള്ളൂ. അതിൽ എനിക്കൊരു തെറ്റും തോന്നിയില്ല ഉമ്മ. ഇജ് എന്തെങ്കിലും അവിടെ കാട്ടോട്. ഇതിനോടൊന്നേ വർത്താനം പറഞ്ഞാലേ ഒരു ചയും കിട്ടൂല. പിന്നെ കുട്ടിയെ, ചൂല് വെക്കണ സ്ഥലേ ഞാൻ പറഞ്ഞു തരണ്ടല്ല. ആ വെയില് ചൂടാവണതിന്റെ മുന്നേ വേഗം മിറ്റടിക്കാൻ ചെല്ല്. ആ, അടിച്ചോളാം. വെയില് കൊള്ളാത്തയ്യേ. വെയില് കൊള്ളുമ്പോഴേ ചിലപ്പം കറുത്തുന്നൊക്കെ വരും. അപ്പോളേ ആ ക്രീം വേണം ഈ ക്രീം വേണം എന്നനിങ്ങാണ്ടേ കുഞ്ഞോന്റെ അടുത്തേക്ക് വരരുത്. വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5ന്റെ പൈസ കിട്ടൂല മോളെ. മതി മോളെ കളി ഇന്നോടാ. ഓർമ്മയായിട്ട് അടിച്ചു വാരി കൊഞ്ഞു പോണോ? ഇമ്മുട്ടിയേ കഴിഞ്ഞില്ലേ? ഓ, ഈ തോടകനൊന്നും ഞാന് അത് കഴിഞ്ഞാലേ വേഗം വന്നിട്ടേ അകും കൊലായി അടിച്ചൊരു തുടക്കും. ഇവളെക്കാട്ടി എത്ര നന്ന് ആ ഷായിന. ഞാൻ പറഞ്ഞതിന് മറുത്തൊരക്ഷരം ഉണ്ടൂല പെൺകുട്ടി. ഇവളോ തോറ് തോലല്ലാതെ പറയില്ല. നാശം. വല്യമ്മ, ഇത് കുടിക്ക്. നിന്റെ കുട്ടിയെ ഇക്കൊന്നുമില്ല. ചെറുതായിട്ടൊരു തലചിറ്റല്. ഈ ജൈനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്. വല്യമ്മ, വല്ല ഷുഗറോ പ്രഷറോ എന്തെങ്കിലും കൂടിയാണോ ആ വല്യമ്മ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവുക. ഈ വല്യമ്മപ്പ ഒരിടത്തേക്കില്ല. അല്ല, എൻ്റെ ഫോൺ എവിടെ? നിന്റെ ഫോണ്? നിന്റെ ഫോണതാ വല്യമ്മ എവിടെ? വല്യമ്മക്ക് എന്തിനു ഫോണ്? ഇപ്പൊ എന്തൊക്കെ ഉണ്ടല്ലോ കുന്ത്രാണ്ടങ്ങള്. ഇവിടുന്ന് വർത്താനം പറഞ്ഞ അവിടെ കേൾക്കണതൊക്കെ. അതിലൊന്ന് ഞാന് സലീമിനോടൊന്ന് വർത്താനം പറയട്ടെ. എന്തിന്? അതൊന്നും വേണ്ട വല്യമ്മ. സെലികാക്കാന്റെ കാല് പിടിച്ചിട്ടുള്ള ഒരു ജീവിതേ ഷൈനാക്ക് വേണ്ട വല്യമ്മ. എന്റെ കുഞ്ഞ് വരെ നഷ്ടപ്പെട്ടിട്ടേ വിളിക്കാതെ ആ മനുഷ്യൻക്ക് വിളിച്ചേ യാചിക്കാനാണോ വല്യമ്മ പോണത്? എന്റെ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെങ്കില് എന്റെ കുട്ടി എത്ര കാലം വരെ ഇങ്ങനെ?
എനിക്ക് എന്താ കുഴപ്പപ്പോ വല്യമ്മ? ഞാൻ ജോലിക്ക് പോകണ്ട്. ഇനി അഥവാ ഞാൻ ആ വീട്ടിക്ക് പോകണുണ്ടെങ്കിൽ തന്നെ നീ ഉമ്മൂട്ടി വന്നുങ്ങാണ്ട് എന്നോടേ മാപ്പ് പറയാതെ ഞാൻ ആ വീട്ടിക്ക് പോകൂല. ഈ ഇപ്പോള് ഒരു കാര്യത്തില് ഉറച്ചു നിൽക്കുകയാണെങ്കില് പിന്നെ ഈ വയസ്സത്ത് എന്തു പറയാനാണ്? അന്റെ തീരുമാനം പോലെ നടക്കട്ടെ. വല്യമ്മ, ഈ ഷായിന ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഈ ഷായിനാണ് ഇങ്ങനെ ആക്കിയതേ ആ വീട്ടുകാരും തെലുഗാക്കി ഒക്കെ പാടല്ലേ. ജീവിക്കേണ്ട പ്രായത്തിലാണ് റബ്ബേ എന്റെ കുട്ടി ഈ കണ്ണീരും കുത്തി നടക്കുന്നത്. ഇക്കേ നിങ്ങളെ കല്യാണത്തിന് കൂടാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ മോളോടേനെ, അവളാണെങ്കിൽ 8ാം മാസം തേഞ്ഞു കുത്തിരിക്കാണ്. കാലൊക്കെ ആകെ നീരെടുത്ത് മുട്ടിയിക്കണേ. അടുത്ത മാസം ലാസ്റ്റിക്കാണേ ഡേറ്റ് പറഞ്ഞിരിക്കണത്. ആദ്യത്തെ പ്രസവാണാ? അല്ല, 2ാമത്തെ പ്രസവാണ്. ആദ്യത്തെ കുഞ്ഞിന് 2.5 വയസ്സായിട്ടുള്ളൂ. ഇവിടെ ഷായിനുണ്ടായിന്നേ മറ്റുള്ളവരോടൊന്നും മിണ്ടാൻ പോലെ ആ പെൺകുട്ടിനെ സമ്മതിക്കൂല. എൻ്റെ അമ്മായിയും നാത്തൂനും കൂടി. ആ പെൺകുട്ടി കൊറേ കഷ്ടപ്പെട്ടിക്കണ് ഈ വീട്ടില്. ഞാൻ ഇല്ല കഥ പറഞ്ഞു തരാന്ന് വിചാരിക്കല്ലോ കേട്ടോ അബിയെ. ആ പെൺകുട്ടിയെ ഇവിടെ കൊറേ കഷ്ടപ്പെട്ടിക്കണ്, നല്ലോ സഹിച്ച് നിന്നിട്ടുണ്ട് അവള് ഇവിടെ. പിന്നെ എൻ്റെ അമ്മായിമാന്റെയും നാത്തൂന്റെയും പൊള്ളും കേട്ട് നിൽക്കാണ് പോളെ മാപ്പിള സെലീം. ആ ചെക്കനൊരു പാവയെന്ന്, ഷായിനാന്ന് വെച്ച ജീവനായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ കുട്ടി ഇങ്ങനെ മാറിയെന്നുള്ളതേ പടച്ച റബ്ബിന് തന്നെ അറിയുള്ളൂ. ഞാൻ എന്നാ പോട്ടെ അബിയെ, കറി ഉണ്ടായിരുന്ന അടുപ്പത്ത്. ഞാനേ മുറ്റത്ത് കറങ്ങിയപ്പോണ്ടേ ഇമ്മൂട്ടി മിറ്റടിക്കണത് കണ്ടും ചെയ്ത്. അല്ല, കാറില്ലാത്ത മഴ കാണുമ്പോഴേ ആരായാലും അത്ഭുതം തോന്നൂലേ. പിന്നെ മോളൊന്ന് കണ്ട് സംസാരിക്കാലോന്ന് വെച്ചിട്ടേ വന്നതായിരുന്നു. ഇന്ന് ഞാൻ പോയിട്ടോ. ആ ആയിക്കോട്ടെത്താ. അയൽവാസികൾ വരെ നല്ലത് പറയണെങ്കിലേ ഇത്രയും പാവായിരുന്നു ഷായിനാത്ത. എങ്കിലും അതിനൊന്ന് പോയി കാണണല്ലോ. ഇതേ ഇന്റെ മകന്റെ കുട്ടിയാണെന്നുള്ളതില് എന്താ ഉറപ്പ്?